ഹാപ്പി ആണോ? എല്ലാവർക്കും ഈ വർഷത്തെ 2025 ഹാപ്പി ഓണം കേട്ടോ. പിന്നെ ഇതാണ് നമ്മളിട്ടിരിക്കുന്ന പൂവ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ഈ വർഷം ചെറിയൊരു ഓണമായിട്ട് നമ്മൾ ആഘോഷിച്ചിരിക്കുകയാണ്. ഈ ഓണമൊന്നുമല്ല, അത് ചെറുതായിട്ട് ഒരു സദ്യ ഉണ്ടാക്കി പൂക്കളം ഇട്ട്. പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പുതിയൊരാൾ വന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ. അതൊക്കെയാണ് സന്തോഷം. ഓണം എന്ന് പറയാൻ എന്താ പറയുക, എല്ലാവർക്കും സന്തോഷവും സമാധാനവും സ്നേഹവും എല്ലാം നൽകുന്നതാണ് ഓണം അല്ലേ. അപ്പം നിങ്ങൾക്കും എല്ലാവർക്കും ഈ വർഷത്തെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹാപ്പി ഓണം. നമ്മളിനി ഓണസദ്യയിലേക്ക് കിടക്കുകയാണേ. മേശപ്പുറത്ത് ഓണസദ്യ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ചോറ്, സാമ്പാർ, ഉപ്പേരി, തോരന്, കായ വറുത്തത്, ശർക്കര വരട്ടി, പഴം, അവിയൽ, പിന്നെ പായസം. ഇതാണ് നമ്മുടെ വിഭവങ്ങളെ. ഇതാണ് നമ്മുടെ ചെറിയ ഓണം കേട്ടോ. വലിയ ഓണമൊന്നുമില്ല, ചെറിയ ഓണം കേട്ടോ. നമ്മൾ വലിയ ഇതൊന്നും എന്താ പറയുക, വലിയ ഗ്രാൻഡൊന്നും ആക്കിയിട്ടില്ല. അപ്പം ചെറിയ ഓണത്തിലേക്ക് എല്ലാവർക്കും ഓണസദ്യയിലേക്ക് സ്വാഗതമാണ്. അപ്പം ഇനി ഓണസദ്യ കഴിച്ചിട്ട് ബാക്കി ഇതിലേക്ക് പോകാവേ. ഓക്കെ. കുറച്ച് പൂവൊക്കെ വാങ്ങിച്ചു. വലിയ ഒത്തിരി ഒന്നും പോവില്ല. ഞാൻ കുറച്ച് പൂവൊക്കെ വാങ്ങിച്ച് നമ്മൾ നമ്മുടെ ഓണം കളറാക്കി. പിന്നെന്താ പറയുക, എല്ലാവർക്കും ഓണമുണ്ട് എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ പുതിയ ആൾ ഇതാണ് കേട്ടോ. അതിനൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു, എല്ലാവരും കണ്ടെന്ന് വിചാരിക്കണം. പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഇതൊക്കെ തന്നെ നമ്മുടെ ഓണം. ഇപ്രാവശ്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ചാരിറ്റി ചെയ്തിരുന്നു. ഇത്തവണ നമ്മളത് ചെയ്തിട്ടില്ല. വർഷം എന്തായാലും ചാരിറ്റി ഒന്നുമില്ല. അടുത്ത വർഷം നോക്കാൻ ഓർത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാവർക്കും ഓണത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഹാപ്പി ഓണം. പിന്നെ നമ്മുടെ വണ്ടി കിടക്കണുണ്ടോ? ഇതിലൊക്കെ നമ്മുടെ നെയ്ബേഴ്സിൻ്റെ വീടുകളാണേ. എല്ലാം നമ്മുടെ നെയ്ബേഴ്സിൻ്റെ വീടുകളാണ്. അങ്ങനെ നമ്മുടെ ഓണം കഴിഞ്ഞു. പിന്നെ ഇത്തവണ നമ്മുടെ ഓണത്തിനോടൊപ്പം തന്നെ നബിദിനം കൂടെ ആയിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ എന്താ പറയുക, നെയ്ബേഴ്സൊക്കെ നമുക്ക് നബിദിനം പ്രമാണിച്ച് അവരുടെ ഫുഡൊക്കെ കൊണ്ടു തന്നു. ഹാപ്പി ആയിട്ട് ഇപ്രാവശ്യം നബിദിനം ഓണം ഒരുമിച്ചായിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന ഇന്നത്തെ ഈ പ്രാവശ്യത്തെ എല്ലാവർക്കും അറിയാമല്ലോ, നബിദിനം ഓണം ഒരുമിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതും ഒരു സന്തോഷമായിരുന്നു. പിന്നെ നമ്മുടെ പൂക്കളം കണ്ടല്ലോ അല്ലേ, നമ്മുടെ പൂക്കളം കണ്ടല്ലോ. ഹാപ്പി ഓണം. പിന്നെന്താ പറയാൻ, എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. പരസ്പരം ആരും വിദ്വേഷവും വെറുപ്പൊന്നും കൂടാതെ സ്നേഹത്തോടെ സന്തോഷത്തോടെ നല്ല രീതിയിൽ എല്ലാവരും ഓണം ആഘോഷിച്ച് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇതൊക്കെ തന്നെ നമുക്ക് ഓണത്തിൻ്റെ ഒരു സന്ദേശം തരാനുള്ളത്. പിന്നെ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക എല്ലാവരും കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. നമ്മുടെ വീഡിയോ എല്ലാം കണ്ട് ലൈക്കും ഷെയറും ഒക്കെ അടിക്കട്ടെ. ഓക്കെ.